പ്രിയമുള്ളവരെ, മഞ്ഞളിഞ്ഞ ബുദ്ധിയും താഴ്വരയിൽ 2025 വർഷം മുമ്പ് നടന്ന ആ മഹത് സമൂഹത്തിന്റെ ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും കടന്നു വരികയാണ്. ദൈവം മനുഷ്യനായി മണ്ണിൽ ജനിച്ച ദിനം, മഹിമയുടെ മഹത്വത്തിന്റെ സുദിനം. ജനനവും മരണവുമില്ല ദൈവം ജനനവും മരണവുമുള്ള മനുഷ്യനായി തീരുന്ന വിശുദ്ധമായ സന്ദേശമാണ് ക്രിസ്മസിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ മനസ്സുകളെ എളിമയുടെ ഉറവിടമായ പുൽക്കൂടുകളായി മാറ്റുമ്പോഴേ നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസിച്ചിരിക്കുന്നുള്ളൂ. പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായ നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആകാശത്തിൽ സന്ധ്യയുടെ നിറവിൽ എത്ര മനോഹരമായ പുൽക്കൂടുകൾ നാം നിർമ്മിക്കുന്നു. വിശുദ്ധ തെരേസ പറയുന്നു, 1000 പുൽക്കൂടുകൾ നിർമ്മിച്ചാലും നമ്മുടെ മനസ്സുകൾ പുൽക്കൂടുകളായി മാറിയില്ലെങ്കിൽ എന്തുപയോഗം? ക്രിസ്തുവിനെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം മൂടിയിരുത്തുന്നത് ഉണ്ണീശോയുടെ തിരുപ്പിറവിക്ക് സാക്ഷ്യം വഹിച്ച പുൽക്കൂടിലേക്ക് വഴികാട്ടിയായി മാറിയ നക്ഷത്രമാണ്. ലോകത്തിന് പ്രതീക്ഷയും പ്രകാശവും നൽകിയ ദിനമാണ് ഡിസംബർ 25. സ്നേഹം കൊണ്ട് ദൈവം ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്മസ്. നമ്മെ കാണാനും കേൾക്കാനും സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവസ്നേഹത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ക്രിസ്മസിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ക്രിസ്മസ് മതസൗഹാർദ്ദത്തിന്റെ ഒരു ഉത്സവം കൂടിയാണ്. ജാതിമത ഭേദമന്യായ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ തങ്ങളുടെ വീടുകളും പരിസരങ്ങളും നക്ഷത്ര വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. എളിമയുടെ പ്രതീകമാണ് ക്രിസ്തു. സ്വന്തം കഴിവുകളെ മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കാനും എളിമയെ വർദ്ധിക്കാനും നാം പരിശ്രമിക്കണം. നമ്മുടെ പുൽക്കൂടുകളെ യഥാർത്ഥ ആത്മസമർപ്പണ വേദിയിലാക്കി മാറ്റാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഉണ്ണീശോയുടെ തിരുപ്പിറവിക്കായി ഒരുങ്ങുന്ന നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആ തിരുപ്പിറവിക്കായി ഒരുങ്ങുന്ന നമുക്ക് ദൈവത്തിന് അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. ജയ് മിഷൻ ലീഗ്.